ധൈര്യത്തിന്റെ ശബ്ദം. സിയന്നയിലെ വിശുദ്ധ കത്രീന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 29. ദൈവസ്നേഹത്തിൽ ജ്വലിച്ച ഒരു യുവതി. സത്യത്തിനായി രാജാക്കന്മാരോടും പോപ്പിനോടും സംസാരിച്ച ധൈര്യത്തിന്റെ ശബ്ദം. ഇതാണ് സിയന്നയിലെ വിശുദ്ധ കത്രീനയുടെ അതുല്യമായ ജീവിതകഥ. 1347 ഇറ്റലിയിലെ സിയന്ന നഗരത്തിൽ ജനിച്ച കത്രീന ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും വളർന്നു. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചതെങ്കിലും അവളുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്നു. യൗവനത്തിൽ തന്നെ കത്രീന ദൈവത്തിന് ജീവിതം സമർപ്പിച്ചു. ഡൊമിനിക്കൻ തേർഡ് ഓർഡറിൽ ചേർന്ന് പ്രാർത്ഥനയും ഉപവാസവും സേവനവും നിറഞ്ഞ ജീവിതം ആരംഭിച്ചു. ദരിദ്രർക്കും രോഗികൾക്കും അവൾ കരുണയായി. കത്രീന ഒരു പ്രാർത്ഥനക്കാരി മാത്രമായിരുന്നില്ല, അവൾ സത്യത്തിന്റെ ശബ്ദമായിരുന്നു മാറി. സഭയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കിടയിൽ പോപ്പിനോട് പോലും അവൾ ധൈര്യമായി സംസാരിക്കുകയും സഭയെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കഠിനമായ ഉപവാസങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് അവളുടെ ശരീരം ക്ഷീണിച്ചു. എന്നാൽ ദൈവസ്നേഹത്തിൽ അവൾ ഒരിക്കലും ക്ഷീണിച്ചില്ല. 1380 ഏപ്രിൽ 29 അവൾ ദൈവസന്നിധിയിലേക്ക് ചേർന്നു. അവളുടെ എഴുത്തുകളും ഉപദേശങ്ങളും ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്നു. സത്യത്തിനും വിശ്വാസത്തിനും വേണ്ടി നിൽക്കുവാൻ അവൾ നമ്മെ പഠിപ്പിക്കുന്നു. 1461 പോപ്പ് പിയൂസ് II അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പിന്നീട് അവൾ ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന ബഹുമതിയും നേടി. സത്യത്തിനായി നമുക്ക് ശബ്ദമുയർത്താൻ കഴിയുമോ? വിശുദ്ധ കത്രീന നമ്മോട് ചോദിക്കുന്നു. ദൈവത്തിനായി ധൈര്യത്തോടെ ജീവിക്കാമോ? താങ്ക് യു.